അല്ല ശരത്ത്, ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുണ്ടല്ലോ, ആ 4 പേരാണ് കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയത്. 2 പേർ ആനയെ കണ്ട് ഓടി എന്ന് പറയുന്നു. 2 പേർ അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അവർ വേറൊരു മേഖലയിലേക്ക് ഓടുകയും ചെയ്തിട്ടുണ്ടാകാം. അവരുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്തയിൽ 2 പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. ഈ 2 പേരുടെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? മറ്റു 2 പേർ മറ്റു രണ്ടുപേരെന്ന് പറയുന്ന അംബികയുടെ ഭർത്താവ് രവിയും സതീഷിന്റെ ഭാര്യ രമയുമാണ്. ഇവർ രണ്ടുപേരും സുരക്ഷിതരാണ്. കാരണം ഇവർ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് കാട്ടാനയെ കാണുന്നതോടുകൂടി ഇവർ 4 പേരും ചെതറി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഇവർക്ക് കൃത്യമായിട്ട് ആശയവിനിമയം നടത്താനോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുമിക്കാനോ ഇവർക്ക് കഴിയാത്ത സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഓടി ഒരു വശത്തേക്ക് ഓടുന്നു, മറ്റു 2 പേർ വേറെ വശത്തേക്കും ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനകത്ത് കാട്ടാന പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിനകത്ത് ഇവർക്കും വ്യക്തതയില്ല. കാരണം ഇവർ ജീവൻ രക്ഷാർത്ഥം ഇവർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റു 2 പേർ മറ്റു 2 വശത്തേക്കും ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതിനകത്ത് അതിനുശേഷം ഈ കൊല്ലപ്പെട്ട 2 പേരെ കാട്ടാന ആക്രമിക്കുകയോ ആക്രമിക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇവർക്കും പറയാൻ കഴിയുന്നില്ല. ഇവർ പറയുന്നത് അത് തന്നെയാണ്, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു, അവരും ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഇതിനകത്ത് അവർ ഇന്ന് രാവിലെ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത് സുജു. ശരത്, ഇപ്പോൾ നിലവിൽ ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. DFO അതോടൊപ്പം തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നിട്ടുണ്ടാകണം. ഇപ്പോൾ എന്താണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ? സിജു, രാവിലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടാണ് ഇത്തരത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം ഒരാൾ കൂടി മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഒരാൾ കൂടി കാണാനുണ്ട് എന്ന ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടി എത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഇനി വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് വനത്തിനോട് ചേർന്ന പ്രദേശമാണ്, നമുക്ക് അതൊക്കെ പൂർവ്വമായിട്ട് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരാരെങ്കിലും എത്താറുണ്ടെങ്കിൽ അവർ കൂടി എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മരണം സംബന്ധിച്ച് എപ്രകാരമാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിലേക്ക് വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ശരത്ത്, ഈ മേഖലയിൽ നേരത്തെ ഈ കാട്ടാനയുടെ സാന്നിധ്യവും ആക്രമണവും ഉണ്ടായിട്ടുണ്ടോ മുൻകാലങ്ങളിൽ? തീർച്ചയായിട്ടും അതിരപ്പള്ളി എന്ന് പറയുന്നത് കാട്ടാന നിരന്തരമായി ഇറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ മലക്കപ്പാറ, അതിരപ്പള്ളി, വാഴച്ചാല് പ്രദേശങ്ങൾ നിരന്തരമായിട്ട് കാട്ടാന ഭീഷണി നിലനിൽക്കുന്ന പ്രദേശം തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ തേൻ ശേഖരിക്കാൻ പോയ ഉന്നതിയിലേക്ക് തേൻ ശേഖരിക്കാൻ പോയ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി കൊല്ലപ്പെട്ടിരുന്നു. അയാളുടെ മൃതദേഹം ഇതുവരെ സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്കാരം ചെറുതും നടക്കാൻ പോകുന്നേയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രദേശത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു കാട്ടാന ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. മലക്കപ്പാറ പ്രദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വനത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അംബികയുടെയും സതീഷിന്റെയും മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളതും വനത്തിനകത്ത് നിന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച്. ശിശു, ശരത്, ഏതായാലും ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ DFO പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് ആധികാരികമായി നൽകാൻ കഴിയുന്നത്. 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് കാട്ടാന ആക്രമണത്തിലാണോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതുവരെയും 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ് നമുക്ക് അടക്കം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. അതിൽ ഈ 2 പേരും കാട്ടാനാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ വനംവകുപ്പ് മന്ത്രി അവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇവിടെ ഈ മേഖലയിൽ ഇവർ നേരത്തെയും ഈ കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോകുന്നുണ്ടാകാം, ഇതുപോലെ തന്നെ കാട്ടിൽ കുടിൽ കെട്ടി താമസിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ മുൻകാലങ്ങളിൽ അവർ ഇത്തരത്തിൽ പോകുമ്പോൾ ആക്രമണം, ഞാൻ ചോദിച്ചതാണ്, നേരത്തെയും ഇത്തരത്തിൽ ഉൾക്കാടുകളിലേക്ക് പോയി. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉൾക്കാടുകളിലേക്ക് പോയതാണ് ഒരുപക്ഷെ ഈ ഇത്തരത്തിലൊരു അപകടത്തിനിടയാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം സ്വാഭാവികമായും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അവർ വനവിഭവങ്ങൾ ശേഖരിച്ചായിരിക്കാം ജീവിക്കുകയും ചെയ്യുന്ന. ആ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളിൽ കുടിൽ കെട്ടി താമസിക്കുകയും ചെയ്തത്. ഇതുപോലെ എത്ര ആളുകൾ, എത്ര പേർ ഇതേപോലെ നിരന്തരം വനമേഖലയിലേക്ക് പോകുന്നുണ്ട്? വനംവകുപ്പിനെ സംബന്ധിച്ച് കണക്കുകൾ ഉണ്ടോ നിലവിൽ?
സിജു, ഈ ചാലക്കുടി, അതിരപ്പള്ളി, മലക്കപ്പാറ പ്രദേശങ്ങളിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് മാത്രം തങ്ങളുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇതിന്റെ എണ്ണം സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമല്ല. എന്തായാലും വനംവകുപ്പിന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അത്തരത്തിലൊരു കണക്കുണ്ടാകാം, പക്ഷെ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭ്യമല്ല. എന്തായാലും ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആദിവാസി കുടുംബങ്ങളും അല്ലെങ്കിൽ ആദിവാസികളും ഇത്തരത്തിൽ നിരന്തരമായിട്ട് വന്യജീവി ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം പ്രദേശത്തുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊട്ടു മുമ്പ് ദിവസം ഈ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യനും ഇതേപോലെ ഉന്നതിയിലേക്ക് തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്തുള്ളവർ വലിയ രീതിയിൽ വന്യജീവികളെയും കാട്ടാനയും ഭയന്നുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സിജു, ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, ഏതായാലും തുടരുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കേട്ട ശേഷം വീണ്ടും ശരത്തിലേക്ക് വരാം. രണ്ടാളും രണ്ട് പെണ്ണുങ്ങളും. എന്താ പറ്റിയത്? ആന വന്നിട്ടില്ലേ? ചേട്ടണ്ടായോ അവിടെ? ഞാൻ ഇവിടെ ഉണ്ടായി. എന്നിട്ട് എന്താ പറ്റിയത്? വൈകുന്നേരമാണ് സംഭവം, ഒരു 7 മണി ആയപ്പോഴാണ് സംഭവം. എന്നിട്ട് പിന്നെ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞാനിതിലെ നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതിലെ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് രണ്ടാളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. ശരത്ത്, ഇപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ പ്രതികരണമാണ് നമുക്ക് കേട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആനയെ കണ്ടിവർ ഓടിയിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചത് എന്ത് എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും മൃതശരീരത്തിൽ ആന ആക്രമണമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാടുകളുണ്ടാകാം, മുറിപ്പാടുകളുണ്ടാകാം. അത്തരത്തിലെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ DFO പറഞ്ഞത് എങ്ങനെ ആനയാണോ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ആനയെ കണ്ട് ഭയന്നോടി പുഴയിലേക്ക് വീഴുകയോ മറിഞ്ഞു വീണ് വലിയ പരിക്കേൽക്കുകയോ ചെയ്തതെന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. ഏതായാലും പ്രദേശവാസി പറയുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാട്ടാന ആക്രമണം എന്നർത്ഥത്തിൽ, ഏതായാലും കാട്ടാനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി, കാട്ടാനെ കണ്ടവർ പേടിച്ചോടി എന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്, അത് വസ്തുതയുണ്ട്. തീർച്ചയായിട്ടും സിജു, ഇതിനകത്ത് മരണത്തിനകത്ത് കാട്ടാനയുടെ സാന്നിധ്യം, ഈ മരണത്തിനകത്ത് ഒരു കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിലാണോ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിനകത്ത് നമുക്കൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ ലഭിക്കണം. കാരണം DFOന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ലഭിച്ച സ്ഥിരീകരണത്തിനകത്ത് അല്ലെങ്കിൽ അറിയിപ്പിനകത്ത്, പ്രാഥമികമായി ലഭിച്ച അറിയിപ്പിനകത്ത് ഇത്തരത്തിലുള്ള സ്ഥിരീകരണം അവർ പറയുന്നില്ല. കാട്ടാനയെ ഇവർ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാട്ടാനയുടെ ആക്രമണമോ അല്ലെങ്കിൽ കാട്ടാന ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അവർക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിയിപ്പ് പ്രകാരം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരുടെ മരണത്തിനകത്ത് കാട്ടാനയ്ക്ക് ഒരു റോൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിനകത്ത് നമുക്ക് സംശയമില്ലാതെ പറയാം. കാരണം കൂടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നുണ്ട് കാട്ടാനയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ 4 പേരുണ്ടായിരുന്ന 2 പേരും ഒരു വ്യത്യസ്ത ദിശകളിലേക്ക് ഓടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളത്. എന്നാൽ ഇവരുടെ മരണം കാട്ടാന ആക്രമണത്തിലാണോ എന്ന കാര്യത്തിനകത്ത് നമുക്ക് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. സിജു, ശരി, ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾക്കാട്ടിലേക്ക് പോയ 2 പേരാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ശരത്ത് ഓങ്ങല്ലൂർ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും 2 പേരുടെ മരണം സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ DFO വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ശരത്ത്, നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ്. ഈ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ ആ പ്രദേശവാസി കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതനുസരിച്ച് രാത്രി ഇവർ ആനയെ കണ്ട് ഓടിയിരുന്നു എന്നുള്ളത് ഇവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്, അക്കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. നിലവിൽ അത്തരത്തിൽ DFO പറയുന്നത് മാത്രമാണ് നമുക്ക് ഉൾപ്പെടെ നൽകാൻ കഴിയുന്നത്. DFO പറയുന്നത് 2 പേരെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അവരുടെ കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണോ അവർ കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. ഇത് ശരത്ത്, ഇവർ കൊല്ലപ്പെട്ട ഈ മേഖല വനമേഖലയിൽ എത്ര ഉള്ളിലായി വരും? എത്ര ഉൾവനത്തിലുള്ള സ്ഥലത്താണോ ഈ 2 പേരും മരിച്ച നിലയിൽ കണ്ടെത്തിയത്?
സിജു, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനത്തിനകത്ത് തന്നെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ കുടിൽ കെട്ടി താമസിക്കുന്നിടത്താണ് ആനയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ഇവർ ചെതറി ഓടുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് തന്നെ ആയിരിക്കണം ഓടിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇത് കാടിനകത്ത് എത്ര ദൂരത്തിലാണ് എന്ന് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ശരി ശരത്, ഏതായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വനമേഖലയ്ക്കുള്ളിലേക്ക് കയറിയ രണ്ടുപേരാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ, തേൻ ശേഖരിക്കാൻ പോയ രണ്ടുപേരാണ് അതിരപ്പള്ളി വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ ഭാഷ്യം.